ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ക്രോഷയുടെ കുറേ ബേസിക് സ്റ്റിച്ചസ് ആണ് നോക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഇപ്പം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിക്കുന്നു. ആദ്യം റൗണ്ട് ചെയ്ത് ഒരു നോട്ട് ഇടുന്നു, എന്നിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ടായി. ഇനി നമ്മൾ ഇത്ര ഈസി ആയിട്ട് നമുക്കത് അഴിക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ നമുക്കത് ചെയ്ത് നോക്കാം. ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ നമ്മൾ വലിച്ചാൽ മതി. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട്. ഇത് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ചെയിൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. ചെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്ന് യാൺ ഓവർ എടുക്കുക, ഈ ലൂപ്പിനകത്തൂടെ എടുക്കുക, അപ്പോൾ ചെയിനായി. അടുത്തത് യാൺ ഓവർ എടുക്കുക, ഈ ലൂപ്പിനകത്തൂടെ എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴും ആദ്യം ഒരു സ്ലിപ്പ് നോട്ടും ഉണ്ടാക്കി പിന്നെ ചെയിൻസുമാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ വേറെ എന്ത് പ്രോജക്റ്റ് ആയാലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലെങ്ത് അനുസരിച്ച് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ചെയിൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കും. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ ചെയിൻസായി. ഇനി അടുത്തത് നമ്മൾ സിംഗിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഒരു ലൂപ്പിനകത്തൂടെ ഈ നീഡിൽ കടത്തുക, എന്നിട്ട് ആ ലൂപ്പിനകത്തൂടെ ആ യാണിനെ അകത്തുകൂടി എടുക്കുക. എന്നിട്ട് ആ 2 ലൂപ്പ് വന്നിട്ടുണ്ട്. ആ 2 ലൂപ്പിനും അകത്തുകൂടി യാൺ ഓവർ ചെയ്ത് എടുക്കുക. ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷേ. ആദ്യം അകത്ത് കൊണ്ടുപോകുന്നു, ലൂപ്പ് എടുക്കുന്നു, യാൺ എടുക്കുന്നു, ലൂപ്പിനകത്തൂടി എടുക്കുന്നു. അപ്പോൾ ലൂപ്പിനകത്ത് കൂടി യാൺ എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ 2 ലൂപ്പായി. യാൺ ഓവർ ചെയ്യുന്നു, ആ 2 ലൂപ്പിനകത്തൂടി എടുക്കുന്നു. ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷേ എന്ന് പറയുന്ന സ്റ്റിച്ച്. ആദ്യം 1-2 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതങ്ങ് ഈസി ആയിട്ട് വന്നോളും. അപ്പോൾ ഈ ക്രോഷേ ചെയ്യുന്നതിൽ മെയിനായിട്ടും ഈ യാണിൻ്റെയും നമ്മുടെ കൈയുടെയും അഡ്ജസ്റ്റ്മെൻറ്റും ഈ യാണിൻ്റെ ടെൻഷനുമാണ് പ്രധാനം. അപ്പോൾ യാണ് ഒരു മീഡിയം ടെൻഷനിലായിരിക്കണം ഇടേണ്ടത്. ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഒരുപാടങ്ങ് ലൂസായി പോവും, ഇല്ലെങ്കിൽ ഒരുപാടങ്ങ് ടൈറ്റായി പോവും. അപ്പോൾ അത് രണ്ടും പാടില്ല. സാധാരണ ഒരു ക്ലോത്ത് കയ്യിലെടുക്കുന്ന ആ ഒരു ടൈപ്പിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ക്രോഷയുടെ ഈ യാണിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു മീഡിയം ടെൻഷനിലായിരിക്കണം. ഒരുപാട് ടൈറ്റോ ഒരുപാട് ലൂസോ ആകാൻ പാടില്ല. ആദ്യം 1-2 പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതൊരു ബുദ്ധിമുട്ടാവും. പിന്നത്തേക്ക് അതങ്ങ് ശരിയാവും. കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് കൈ വഴങ്ങുന്നതിനനുസരിച്ചാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇനി അപ്പോൾ ഇപ്പം സിംഗിൾ ക്രോഷേ നമ്മൾ ഫുൾ ലെങ്ത്ത് ചെയ്തെടുത്തു കഴിഞ്ഞു. അടുത്തത് ഡബിൾ ക്രോഷേ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യം യാൺ ഓവറാണ് ചെയ്യേണ്ടത്. ദെൻ ഈ ലൂപ്പിനകത്തൂടി യാണിനെ എടുക്കുന്നു. അപ്പോൾ എത്ര? 3 ലൂപ്പ് വരും. 1 2 3 3 ലൂപ്പിൽ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിനകത്തൂടെ എടുക്കുക, പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ബാലൻസ് 2 കൂടി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. 2 പ്രാവശ്യം നമ്മൾ അതിനകത്തൂടെ എടുക്കുന്നു. യാൺ ഓവർ ചെയ്തു, ലൂപ്പിനകത്തൂടെ ഇട്ടു, യാൺ അതിനകത്തൂടെ എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ 3 ലൂപ്പായി. അതിൽ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിനകത്തൂടെ എടുത്തു, യാൺ ഓവർ ചെയ്യുന്നു, ദെൻ സെക്കൻഡ് 2 ലൂപ്പിനകത്തൂടെ വന്നു. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. യാൺ ഓവർ ചെയ്തു, ലൂപ്പിനകത്തൂടെ ഇടുന്നു, ലൂപ്പ് അതിനകത്തൂടെ എടുക്കുന്നു. ഇപ്പോൾ 3 ലൂപ്പായി. യാൺ ഓവർ ചെയ്തു, ആദ്യത്തെ 2 ലൂപ്പ്
യാൺ ഓവർ ചെയ്തു, ദെൻ സെക്കൻഡ് 2 ലൂപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫുൾ ലെങ്ത്തും ഡബിൾ ക്രോഷേ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ആ ഫുൾ ലെങ്ത്തും ആ ചെയിൻ മുഴുവൻ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെയാണെന്ന് നോക്കാം. യാൺ ഓവർ ചെയ്തു, ലൂപ്പിനകത്തൂടെ എടുക്കുന്നു. അപ്പോൾ 3 ലൂപ്പുണ്ട്, ഡബിൾ ക്രോഷേ പോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ 2 പ്രാവശ്യമായിട്ട് എടുക്കുന്നില്ല, ഒറ്റ ടൈപ്പിൽ എടുക്കുന്നു. അതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷേ. അപ്പോൾ യാൺ ഓവർ ചെയ്തു, ലൂപ്പിനകത്തൂടെ എടുക്കുന്നു, 3 ലൂപ്പ് വരുന്നു. അതിൽ ആ 3 ലൂപ്പിലും കൂടി നമ്മൾ യാൺ ഓവർ ചെയ്ത് ഒറ്റ പ്രാവശ്യം എടുക്കുന്നതിനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ ഈസി അല്ലേ? യാൺ ഓവർ ചെയ്തു, ലൂപ്പിനകത്തൂടെ എടുക്കുന്നു, യാൺ എടുത്തു, 3 ലൂപ്പുണ്ട്, ഒറ്റ ടൈം യാൺ ഓവർ ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ലെങ്ത്ത് മുഴുവൻ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 4 സ്റ്റിച്ച് പഠിച്ചു. ആദ്യത്തത് നോട്ട് ഇടാനും, പിന്നെ സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ. അപ്പോൾ അത്യാവശ്യം ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാഗൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ബാഗ്, ടേബിൾ മാറ്റ്, ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ്, ബാസ്ക്കറ്റ്സ് ഇതൊക്കെ നമുക്കിതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.